ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. അപ്പോൾ അതെന്താണെന്നല്ലേ, അടിപൊളി കക്ക ഇറച്ചി റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാം, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കക്ക ഇറച്ചി നല്ല ക്ലീൻ ആയിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതിൽ മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിലേക്ക് ഞാൻ കഴുകി വെള്ളം എല്ലാം പിഴിഞ്ഞെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കാം, പിന്നെ 2 പച്ചമുളകും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും സാധനം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് അതിൽ തിരുമ്മി പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഗ്യാസ് സ്റ്റവ് നമുക്ക് കത്തിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സോറി, ഒന്നിടയ്ക്ക് കോൾ വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കക്കയിറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്കത് റെഡിയാക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അപ്പോൾ അതിന് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകുമാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചതച്ചെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കക്കയിറച്ചി വേവിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഈ ചതച്ചെടുത്തതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ ഇട്ട സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇടുന്നത്. അതിന് മുന്നേ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി എല്ലാവർക്കും നിർബന്ധമില്ല, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. കാരണം തക്കാളിയുടെ ഒരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാവും, അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വഴറ്റി നല്ല വെന്ത് വരണം കേട്ടോ, ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നല്ല വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുരുമുളക് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. കക്കയിറച്ചിക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ നമ്മൾ അതിൽ കുരുമുളക് ചതച്ചത് കൊണ്ട് ഞാൻ രണ്ടാമത് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കും. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കക്കയിറച്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കക്കയിറച്ചി. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലാസ്റ്റ് കുറച്ച് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് ചതച്ച മുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി നല്ല വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കക്കയിറച്ചി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണ് കക്കയിറച്ചി. പിന്നെ നമ്മൾ അങ്ങനെ പൊതുവേ എല്ലാ ഭക്ഷണത്തിൻ്റെയും കൂടെ കഴിക്കാറില്ലല്ലോ. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.